Dear students, we have been discussing motivation theories, and in the last class we have already gone through Maslow's need hierarchy theory. Today we are proceeding with another motivation theory, that is McClelland achievement motivation theory. Achievement motivation theory is also called three-need model. It is also a need-based theory. We know Maslow's hierarchy. There has been 5 needs we have already discussed. Here also the theory is based on human needs, and this theory is also called three-need model or McClelland achievement motivation theory. This theory is suggested by David C. McClelland. He was a psychologist in Harvard University. According to this theory, there are 3 major relevant motives most needs in workplace situation. That is, there are 3 motives or needs, and most of the needs he identified was related to the workplace situation. We know in case of Maslow's theory, the needs was not related to the workplace. It is related to the person, his psychological satisfaction, etc. പക്ഷേ ഈ തിയറിയുടെ പ്രത്യേകത, ഇത് ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിക്കുണ്ടാകാവുന്ന, അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിക്കുണ്ടാകാവുന്ന 3 പ്രധാനപ്പെട്ട മോട്ടീവ്സാണ് അല്ലെങ്കിൽ നീഡ്സാണ്. നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, നീഡ് ഫോർ അഫിലിയേഷൻ ആൻഡ് നീഡ് ഫോർ പവർ. ദീസ് നീഡ്സ് ആർ written just like this. Need for achievement is written as NAC. Need for affiliation is written as NF. N A capital letter and double F small letter. And need for power is written as N small letter P capital letter. This is how these 3 needs are noted. NAC, NP, NF. Okay. Anyway, there are 3 categories of needs. First one is need for achievement. എന്താണ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിക്ക് വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു നീഡാണ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. ദാറ്റ് ഈസ് ദ നീഡ് ടു അച്ചീവ്, ടു സക്സീഡ്. ഓക്കെ, ഇറ്റ് ഈസ് ദ സ്ട്രൈവ്സ് ടു സക്സീഡ്. ഒരു വ്യക്തി എപ്പോഴും ജോലി ചെയ്യുന്ന സമയത്ത് അയാൾക്ക് അതിൽ അച്ചീവ്മെൻ്റ് ഉണ്ടാവണം, അതായത് ജോലി ഇഫക്റ്റീവായി ചെയ്യാൻ കഴിയണം. അല്ലേ, ദർ ഷുഡ് ബി ആൻ അച്ചീവ്മെൻറ്റ്, ദർ ഷുഡ് ബി എ സക്സസ്. അല്ലേ, ഒരു ജോലി ഒരുപാട് തവണ ചെയ്ത് ഇങ്ങനെ ഫെയിൽ ചെയ്യുന്നത് ആർക്കും താല്പര്യം ഉണ്ടാവില്ല. പകരം ഏതൊരു വ്യക്തിക്കും ഉണ്ടാകാവുന്ന ഒരു നീഡാണ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. അല്ലേ, അയാൾ ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ അത് വർക്ക് പ്ലേസ് മാത്രം ആവണമെന്നില്ല. ഓക്കെ, ഏത് സ്ഥലത്തായാലും നമ്മൾ അവിടെ ഒരു അച്ചീവ്മെൻറ്റ് തെളിയിക്കണം. ഇപ്പം പഠിക്കുന്ന സമയത്തായാലും ജോലി ചെയ്യുന്ന സമയത്തായാലും കളിക്കുന്ന സമയത്തായാലും അച്ചീവ്മെൻറ്റിനുള്ള നീഡെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഹറൻറ്റ് ഇൻ ഓൾ ദ പേഴ്സൺസ്. എല്ലാ വ്യക്തികളിലുമുള്ള ഇൻഹറൻ്റ് ആയിട്ടുള്ള, ഇൻബോൺ ആയിട്ടുള്ള ഒരു നീഡാണ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത്. ദ സെക്കൻഡ് നീഡ് ഹി ഐഡൻറ്റിഫൈഡ് ഈസ് നീഡ് ഫോർ അഫിലിയേഷൻ. അഫിലിയേഷൻ, അല്ലേ, ബന്ധം, റിലേഷൻഷിപ്പ്. ഓക്കെ, ഇറ്റ് ഈസ് ദ നീഡ് ഫോർ വാം റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. നീഡ് ഫോർ അഫിലിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ ഗുഡ് റിലേഷൻഷിപ്പ്, എ ഹെൽത്തി റിലേഷൻഷിപ്പ് വിത്ത് അതർ പീപ്പിൾ. അല്ലേ, ഇറ്റ് ഈസ് ഓൾസോ ആൻ ഇൻഹറൻറ്റ് നീഡ് ഇൻ എവരി പേഴ്സൺ. അല്ലേ, ഏതൊരു വ്യക്തിയിലുണ്ടാകുന്ന ഒരു നീഡാണ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം എന്ന് പറയുന്നത്. അല്ലേ, മറ്റുള്ളവരുമായിട്ട് എപ്പോഴും ബന്ധം ഉണ്ടാക്കണം. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമുക്കൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പ്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊരു റിലേറ്റഡ് ഗ്രൂപ്പ് ഉണ്ടാവണമെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹ്യൂമൻ നീഡ്. ഓക്കെ, എസ്പെഷ്യലി ഇൻ വർക്ക് പ്ലേസ് ഓൾസോ ഓൾ പീപ്പിൾ നീഡ് സച്ച്, അല്ലേ, പീപ്പിൾ. അല്ലേ, എപ്പോഴും ജോലി സ്ഥലത്തായാലും എല്ലാവർക്കും ഇത്തരം ആളുകൾ ആവശ്യമാണ്. ഒരു റിലേഷൻഷിപ്പ്, ഒരു ഗ്രൂപ്പ് ഉണ്ടാവണം, അവരുമായിട്ട് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവണം എന്നുള്ളത്. Okay, anyway, need for affiliation is the second need he has identified. And the third need is need for power.
Power, we know. Power is the ability to control other people. It is the need to control other people. മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനുള്ള നീഡ് there should be a position. The person should be in a position to control all the persons, to control all the situations, etc. പവർ ഉണ്ടാവുക എന്ന് പറയുന്നതും എല്ലാ ആളുകളിലുമുള്ള നീഡ്സാണ്. Okay, then McClelland concludes that these three needs are existing in every person, but in varying degrees. ഈ മൂന്ന് നീഡുകളും, നീഡ് ഫോർ പവർ, നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, നീഡ് ഫോർ അഫിലിയേഷൻ എന്നൊക്കെ പറയുന്നത്, ഓൾ ദീസ് നീഡ്സ് ആർ എക്സിസ്റ്റിംഗ് ഇൻ എവരി പേഴ്സൺ ബട്ട് ഇൻ വേരിയിങ് ഡിഗ്രീസ്. എല്ലാ വ്യക്തികളിലും നമുക്കൊക്കെ ഈ മൂന്ന് നീഡ്സ് ഉണ്ട്. പക്ഷേ ഇറ്റ് ഈസ് വേരിയിങ് അക്കോർഡിംഗ് ടു ദ ചേഞ്ചസ് ഇൻ പേഴ്സൺ. ദർ ഷുഡ് ബി വേരിയേഷൻ അക്കോർഡിംഗ് ടു പേഴ്സൺസ്. വ്യക്തികൾ നോക്കുകയാണെങ്കിൽ വ്യക്തികളിൽ ഇതിൽ വേരിയേഷൻസ് ഉണ്ടാവും. അതായത് ചില വ്യക്തികളിൽ പവർ നീഡായിരിക്കാം ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, അഫിലിയേഷനും അച്ചീവ്മെൻറ്റും ഉണ്ടാവില്ല. ചില ആളുകൾക്ക് അച്ചീവ്മെൻറ്റ് നീഡ് നല്ല കൂടുതലായിരിക്കാം, ചില ആളുകൾക്ക് അഫിലിയേഷൻ നീഡ് തീരെ ഉണ്ടാവില്ല. മറ്റുള്ളവരായിട്ട് തീരെ ബന്ധം ഉണ്ടാക്കുന്ന താല്പര്യമില്ലാത്ത ആളുകളുണ്ടായിരിക്കും. സം പീപ്പിൾ ആർ ഹാവിങ് മോർ അഫിലിയേഷൻ നീഡ്. അഫിലിയേഷൻ നീഡ് മാത്രമുള്ള ആളുകളുണ്ടാവും, അച്ചീവ്മെൻറ്റോ പവറോ ആഗ്രഹിക്കാത്തവർ. സോ ദീസ് ത്രീ നീഡ്സ് ആർ എക്സിസ്റ്റിംഗ് ഇൻ എവരി പേഴ്സൺ ബട്ട് ഇൻ ഡിഫറെൻറ്റ് ഡിഗ്രീസ്, ഇൻ വേരിയിങ് ഡിഗ്രീസ്. ആൻഡ് ഈ McClelland says that what dominate in a person determine his characteristics. That is, what dominate determine the characteristics of the person. ഇതിലേതാണോ ഒരു വ്യക്തിയിൽ ഡോമിനേഷൻ ഉള്ളത്, കൂടുതലുള്ളത്, ഇറ്റ് വിൽ ഡിറ്റർമിൻ ഹിസ് പേഴ്സണാലിറ്റി. ഒരു വ്യക്തിയിൽ ഏത് നീഡാണോ കൂടുതലുള്ളത് ആ നീഡ് അയാളുടെ പേഴ്സണാലിറ്റിയെ എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, ഒരു ഓർഗനൈസേഷണൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആസ് ഫാർ ആസ് എ മാനേജർ ഈസ് കൺസേൺഡ് ഈ തിയറിയുടെ പ്രസക്തി എന്താണ്? എ മാനേജർ ഹാസ് ടു ഐഡൻറ്റിഫൈ വിച്ച് കാറ്റഗറി ദാറ്റ് എ പേഴ്സൺ ബിലോങ്സ്, ആൻ എംപ്ലോയി ബിലോങ്സ്. ഇത് ടു വിച്ച് കാറ്റഗറി എ പേഴ്സൺ ഓർ എംപ്ലോയി ബിലോങ്സ്, ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അതായത് ഒരു എംപ്ലോയിയെ കിട്ടിക്കഴിഞ്ഞാൽ അയാളെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം അയാൾ ഏത് ടൈപ്പ് പേഴ്സണാലിറ്റിയാണ് എന്ന് തിരിച്ചറിയണം. അതായത് വെദർ ഹീ ഈസ് അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ്, വെദർ ഹീ ഈസ് പവർ ഓറിയൻറ്റഡ്, വെദർ ഹീ ഈസ് അഫിലിയേഷൻ ഓറിയൻറ്റഡ്, എക്സെട്ര. ആർക്ക് ഏതാണോ വേണ്ടത് എന്ന് തിരിച്ചറിയുകയാണെങ്കിൽ വി ക്യാൻ മോട്ടിവേറ്റ് എ പേഴ്സൺ ഇഫക്റ്റീവ്ലി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തി പവർ ഓറിയൻറ്റേഷനുള്ള ആളാണെന്ന് വിചാരിക്കുക. അയാളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് അയാൾക്ക് നല്ല പവർഫുൾ പൊസിഷൻസ് അല്ലെങ്കിൽ പവേഴ്സ് കൊടുക്കുക എന്നുള്ളതാണ്. അതേസമയം ഈ അഫിലിയേഷൻ മോട്ടീവായിട്ടുള്ള ഇൻഡിവിജ്വൽ ഉണ്ടെങ്കിൽ, അതാണ് ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് ആ രീതിയിൽ കൂടുതൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള പൊസിഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. സോ ദിസ് ഈസ് റിഗാർഡിംഗ് മാക്ലെലാൻഡ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി. Okay, thank you very much.